രാഗിൻ, ഇപ്പോൾ DFO ഇന്നലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞു ഇന്ന് അതിരാവിലെ എത്തി ഈ ദൗത്യം തുടങ്ങും എന്നതാണ്. ആളുകളുടെ സുരക്ഷയൊക്കെ പാലിച്ചുകൊണ്ട് വേണം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാനും കഴിയുള്ളൂ. ഇതിപ്പോൾ ഇതുവരെയും ഒരു സൂചനയും കിട്ടിയില്ല. ഹെലിക്യാം ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ റിസൾട്ടും എന്താണ്? ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്നത് എണ്ണപ്പനയാണ്. തൊട്ടപ്പുറത്താണ് ചാലക്കുടി പുഴ. കഴിഞ്ഞ ദിവസം ആന അവിടെയാണ് വന്നത്. പക്ഷേ അവിടെ വെച്ച് മയക്കൂടി വെക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല. തുടർന്ന് ആനയെ തൊട്ടപ്പുറത്തുള്ള ഈ റബ്ബർ കാടുകളിലേക്ക് അല്ലെങ്കിൽ റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതും കഴിഞ്ഞ് റിസർവ് വനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നാട്ടുകാരൊക്കെ നമുക്ക് ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ആന ആ മേഖലയിലാണ് എത്തിയിരുന്നത് അല്ലേ? ഈ താഴെയായിരുന്നു നിന്നിരുന്നത്. ഇവിടെ കുറെ നേരം നിൽക്കാറുണ്ട്. പിന്നെ ആൾക്കാർ വന്നപ്പോൾ തന്നെ പുഴ കടന്നക്കരിക്ക് പോയി. ഇപ്പോ ഉൾവനത്തിലേക്ക് പോയി എന്നാണ് വനംവകുപ്പ് കണ്ടെത്തി. പ്ലാന്റേഷൻ കഴിഞ്ഞ് വനത്തിലേക്ക് പോയി. വനാണ് ആ വനത്തിലേക്ക് കയറിയുന്നില്ല. പിന്നെ അതിന് ശേഷം കൂടെ ഇറങ്ങിയോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ സമയത്തൊക്കെ ഈ ആന ഇറങ്ങാറുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ സമയത്ത് ഉച്ച നേരത്തെ ഇറങ്ങില്ല. കാലത്തൊരു 7 മണി 8 മണി നേരത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇറങ്ങുള്ളൂ. അതുപോലെ ആനകൾ വരുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വേർതിരിക്കാവുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ, വേർതിരിക്കാൻ പാടാണ്. കൂട്ടത്തിലായ കാരണം പെട്ടെന്ന് കാണാനും പണ്ട് കണ്ടാലും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടമാന ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണിത്. ആനച്ചാല് പോലെയാണല്ലേ? ആനച്ചാലുമാരിയാണിത്. ആനച്ചാല് ആനയ്ക്ക് ഇപ്പൊ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ഇവിടെ ഗ്യാപ്പ് ഉണ്ടേ, കട്ടിങ് ഇല്ല. റോഡ് നല്ല നിരപ്പായതിന്റെ പേരിലാണ് അവരിതിലെ പാസ് ചെയ്യുന്നത്. അവരുടെ പുഴയിലും അവനിങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട് ഇവിടെ കായുണ്ട്. ആനയ്ക്ക് നീന്തി കിടക്കാനും എളുപ്പമാണ്. പുഴയിലും എല്ലായിടത്തും ഒരു പാസ് ചെയ്യില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഒരു പാസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ആനയ്ക്ക് പാസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. അങ്ങനത്തെ വെള്ളം ഇങ്ങനെ നീന്തി കിടക്കാൻ പറ്റിയ ഒരു ഏരിയ അതിന്റെ പേരാണ് അവങ്ങനെ ഇവിടെ പാസ് ചെയ്യുന്നത്. നമ്മളും കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നപ്പോൾ കണ്ടിരുന്നു, ഒരുപാട് ആനകളെ കണ്ടിരുന്നു. അപ്പൊ ഈ ആന പക്ഷേ ഈ പരിക്ക് പറ്റിയ ആന ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല. 3 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ അല്ലേ? അത്ര ഉള്ളൂ. അപ്പൊ എന്റെ അറിവിൽ ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഇതിനെ പറ്റി കേട്ടത്. അതിന് മുന്നേക്ക് അറിയില്ല. ഉൾവനത്തിലേക്ക് പോയെന്നാണ്. ഇനിയിപ്പം നോക്കണം, ഇറങ്ങി വരും. എന്താ വെച്ചാൽ പുഴയിൽ ചാലക്കുടി പുഴയിൽ വെള്ളമുള്ള കാരണം എപ്പോഴേലും ഇറങ്ങി വരും. അല്ലാണ്ട് ഇപ്പൊ ഉള്ളിൽ വെള്ളമില്ല. അപ്പൊ അത് കാരണം ഇങ്ങോട്ട് ഇറങ്ങി വരുമേ. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ളിൽ അവിടെ നിൽക്കില്ല. അത് ഉറപ്പാണ് ഇങ്ങോട്ട് വരും. ചാലപ്പുഴയ്ക്ക് എത്തും. നാട്ടുകാർ പറയുന്ന പോലെ തന്നെയാണ്. കാരണം ഉൾവനത്തിലേക്കാണ് ഇപ്പോൾ ആന പോയിരിക്കുന്നത്. അവിടെ ജലസ്രോതസ് ഇല്ല. ആനയ്ക്ക് വെള്ളം കുടിക്കാനും മറ്റ് കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വനംവകുപ്പ് എന്തായാലും മിഷൻ ഓണാണ്. അവർ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. നേരത്തെ ഒരു ആനയെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് ഈ പറയുന്ന മസ്തകത്തിൽ പരിക്കേറ്റ ആനയല്ല. ഈ ആനയെ കണ്ടെത്തി കഴിഞ്ഞാൽ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെച്ച് ചികിത്സ ഉറപ്പാക്കുക. ഇതാണ് വനംവകുപ്പിന് മുന്നിലുള്ള ദൗത്യം. അതിൽ ഈ മയക്കുവെടി വയ്ക്കുന്ന സ്ഥലവും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്ഥലത്ത് വേണം മയക്കുവെടി വയ്ക്കുകയും ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ഈ ടെറൈന്റെ ഒരു പ്രശ്നം, അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ മേഖലകളൊക്കെ തന്നെ ഒരു കൂട്ടം ആനകൾ ഇന്നലെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം 10ഓളം ആനകളെ